ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരുപാട് ഡെക്കറേഷൻസിനും ഗാർഡനിങ്ങിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ജർബറ പ്ലാന്റ്സിൻ്റെ കെയറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയായിരിക്കും ഒരുപാട് വീട്ടമ്മമാർ ഇതിൻ്റെ കട്ട് ഫ്ലവറായിട്ട് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഫ്ലവറായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കല്യാണ വർക്കോ അതുപോലെ തന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ജർബറ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബൊക്കെ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ജർബറയുടെ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്തും അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. വളരെ മനോഹരമായ പൂക്കളാണ്, വിവിധ നിറങ്ങളിലുണ്ട്. റെഡ്, വൈറ്റ്, മജന്ത, ഓറഞ്ച്, പിങ്ക്, പിന്നെ ഓറഞ്ച് മഞ്ഞ മിക്സായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പീച്ച്, മജന്ത, പർപ്പിൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ ഇതുപോലെ വരുന്നതുണ്ട്, അടുക്കായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഒരുപാട് എന്താണ് മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സിലും ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഒരു ഭംഗിക്ക് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ജറബറ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പിടിച്ച് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഹോം ഗാർഡനിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ്. നമുക്കിത് ഓൺലൈനായിട്ടും നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മേടിക്കാൻ പറ്റും. ഇതിൻ്റെ വിവിധ കളറുകൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന വൈറ്റും റെഡും മാത്രമാണ് ചിലയിടത്ത് കിട്ടുക. ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പറയുന്ന വീഡിയോയിൽ പറയുന്നത് വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ പോട്ടിംഗ് മെത്തേഡ് എന്തൊക്കെയാണ്, ഇതിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ലൈറ്റനിങ്ങിൻ്റെ അളവ്, അതുപോലെ എന്താണ് ഫെർട്ടിലൈസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പറഞ്ഞാൽ സോയിൽ പ്രിപ്പറേഷനാണ്. നമ്മളിതിനകത്ത് മണ്ണ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ നല്ലൊരു പോട്ട് സെലക്ട് ചെയ്യുക. ഇത് അത്യാവശ്യം ചുവട്ടിൽ നിന്ന് തൈ പൊട്ടി വരുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വാവട്ടമുള്ളൊരു പോട്ട് സെറ്റ് ചെയ്യുക. കുഞ്ഞു ചട്ടിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം വലിയൊരു പോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും അടിയിലുള്ള നമ്മുടെ ഡ്രെയിനേജ് ഹോളുണ്ടല്ലോ, ഡ്രെയിൻ ചോപ്പ് ചെയ്ത് പോകുന്ന ഹോള്, അപ്പോൾ അവിടെ എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ചല്ലിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം വാർന്നു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മണ്ണ്, നമ്മുടെ ആറ്റുമണൽ, ചാണകപ്പൊടി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പെർലൈറ്റ് ഇട്ട് കൊടുക്കാം. പെർലൈറ്റ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു വൈറ്റ് കളർ സംഭവമാണ് ഈ പെർലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓൺലൈനായിട്ടും നല്ല നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് ഓവറായിട്ടുള്ള വെള്ളം ഇതിനകത്ത് വരുമ്പോൾ അബ്സോർവ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് പോട്ട് ചെയ്ത്, ചകിരിച്ചോറ് വേണമെന്നില്ല. അത്യാവശ്യം ഇത് കിട്ടാത്തവരാണെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സ് പോട്ട് ചെയ്യാം. പിന്നെ പ്ലാന്റ്സ് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു മൂട് ഭാഗം കണ്ടോ, കടഭാഗം, ആ ഒരു ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് പോവാതെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് പൊക്കുന്ന പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് മൂട് ഇച്ചിരി അകത്തോട്ട് ആ ഒരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. കാരണം ആ പ്ലാന്റ് ഇച്ചിരി ഡാമേജ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെയല്ല, കുറച്ച് മേളിലോട്ട് വെച്ചിട്ട് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്തു നിന്നാണ് തൈകൾ പൊട്ടി മുളയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിനകത്ത് ഏകദേശം 3-4 തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 തൈകൾ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ കിട്ടും. നമ്മുടെ ഗാർഡനിലൊക്കെ ഇപ്പോൾ ജർബറ പ്ലാന്റ്സ് മാത്രം കളക്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാവും. അപ്പോൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് 1-2 തൈകളുള്ള പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തത് വെള്ളത്തിൻ്റെ കാര്യം. ഓവറായിട്ട് വെള്ളം കൊടുക്കരുത്. പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. തണ്ടിലൊക്കെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് വീഴുമ്പോൾ തണ്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകും. അതിൻ്റെ ലീഫിൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞു പോയിട്ട് പ്ലാന്റ്സിനെ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓവറായിട്ട് മഴയും കൊള്ളാൻ പാടില്ല. ഒരുപാട് മഴ കൊണ്ടു കഴിഞ്ഞാലും പ്ലാന്റ്സ് ചീത്തയപ്പോൾ അതുപോലെ ഓവറായിട്ടുള്ള വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇല കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ ഒരു മീഡിയം വെയിലും വേണം, അത്യാവശ്യം വെള്ളവും വേണം, അങ്ങനത്തെ ഒരു ഇത് നോക്കുക കേട്ടോ. പിന്നെയുള്ളത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് ഒരു മാസത്തിലൊരു 2 വട്ടമൊക്കെ ഒന്ന് പ്ലാന്റ്സിന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു കടഭാഗത്തുനിന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം മണ്ണുമായിട്ട് അറ്റാച്ച്ഡായി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീയലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫംഗിസൈഡാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത്, ഫെർട്ടിലൈസറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. ചാണകപ്പൊടി തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലുപൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മാത്രം പ്ലാന്റ്സിന് കൊടുക്കുക. നമ്മൾ വെച്ചേക്കുന്ന പോട്ട് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും.
പിന്നെ കുറച്ച് പേർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മുടെ മണ്ണിലുള്ളതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് പോട്ട് ചെയ്ത് വെക്കാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ നമ്മളത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നശിച്ചു പോകുന്നില്ല. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതിനെ ഫുള്ളായിട്ട് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ആ മണ്ണ് ഫുള്ളായിട്ട് അലിയിച്ച് കളയുക. ചിലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ ചെടിച്ചട്ടികൾ ഏറ്റവും അടിയിലായിട്ട് കുഞ്ഞു ചെടിച്ചട്ടികളായിരിക്കും ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. അങ്ങനെ വരുന്നത് കാരണം പ്ലാന്റിന് പിന്നെ ഗ്രോത്ത് ആവാൻ പറ്റാണ്ട് അത് നശിച്ചു പോകും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർ ചെറിയ ചെടിച്ചട്ടികളായിരിക്കും, മൈക്രോ ചട്ടികളിലായിരിക്കും വെക്കുന്നത്. എന്നിട്ട് ഇതിനെ അവർ വലിയ കവറിലോട്ടോ അല്ലെങ്കിൽ ചട്ടികളിലോ ആക്കിയിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മേടിച്ചുകൊണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നശിച്ചു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ പ്ലാന്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഗ്രോത്ത് ആവുന്നതിനനുസരിച്ചിട്ട് പ്ലാന്റിന് റൂട്ട്സൊക്കെ ഓടാൻ പറ്റാണ്ടായിട്ട് പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഫുള്ള് മണ്ണ് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ചെടിച്ചട്ടിയിൽ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ മണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകളായി വരുമ്പോഴത്തേക്കും അത് ചട്ടിയിൽ നിന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. പിന്നെ പുതിയ ലീഫും, അതായത് പുതിയ തണ്ട് വരും. അതിൽ ഫ്ലവറിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ തണ്ട് കട്ട് ചെയ്ത് കളയണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് റിമൂവ് ആക്കാവുന്നതാണ്. പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെയാണ്. പിന്നെ എല്ലുപൊടി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓവറായിട്ട് ചൂടുള്ള വളങ്ങൾ കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം റൂട്ട്സൊക്കെ നശിച്ചു പോകും. പിന്നെ ഡാപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടിൽ 2-3 ഡാപ്പ് ഇട്ട് കൊടുക്കാം. ഡാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട്സിനൊക്കെ ഏറ്റവും നല്ലതായതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാനൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ DAP നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവൈലബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ DAP ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നമ്മൾ പ്ലാന്റ് ഓൺലൈനായിട്ടൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സേഫിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1-2 ആഴ്ച നമ്മുടെ അത്യാവശ്യം നല്ല ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് വെച്ച ശേഷം പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ റൂട്ട്സ് പിടിക്കും. പെട്ടെന്ന് തന്നെ അടുത്ത ലീഫും വരും. അങ്ങനെ ലീഫൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം പ്ലാന്റ്സിന് അത്യാവശ്യം വെയിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്